കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പൊതു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഇന്ത്യ അറ്റ് ഹാർട്ട് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മോഹൻ നിങ്ങളോട് സംസാരിക്കുന്നു. നമ്മുടെ വിഷയം കാശ്മീർ. ഞാനിതിനിട്ടിരിക്കുന്ന പേര് കാശ്മീരിനെ കണ്ടെത്തൽ 1950. ഇവിടെ നമ്മൾ പരിശോധിക്കുന്ന വിഷയങ്ങൾ രണ്ടാണ്. ഇന്ത്യയിൽ ചേരുമ്പോൾ കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ, ജമ്മു കാശ്മീർ എന്ന നാട്ടുരാജ്യത്തിൻ്റെ മൊത്തം വിസ്തീർണം 2,27,000 സ്ക്വയർ കിലോമീറ്ററാണ്. അതിൽ എത്ര ഭാഗം ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്, എന്ത് സംഭവിച്ചു? 2, കാശ്മീരിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണയും ആഭിമുഖ്യം പുലർത്തുന്ന ധാരാളം ബുദ്ധിജീവികൾ കേരളത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുമുണ്ട്. ഇതിൽ എത്രമാത്രം കഴമ്പുണ്ട്? ഈ 2 കാര്യങ്ങളുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിന് നമ്മളൊരു റെഫറൻസായി തിരുവിതാംകൂറിനെ എടുക്കുന്നു. കാര്യം ഇത് ഭൂമിശാസ്ത്രവും ചരിത്രവും ചേർന്ന് വരുന്ന ഒരു അവലോകനമായതുകൊണ്ട് നമുക്ക് പരിചയമുള്ള ഒരു ഭൂപ്രദേശത്തിൻ്റെ റെഫറൻസ് എടുക്കുന്നത് ഗുണകരമായിരിക്കും എന്ന് കരുതിയതുകൊണ്ടാണ്. 2ാം ഭാഗം നമ്മൾ പറഞ്ഞു വെച്ചത് ദോഗ്ര രാജവംശമാണ് ഹിമാലയത്തിനപ്പുറമുള്ള ഭാഗങ്ങൾ ഭാരതത്തോട് കൂട്ടിച്ചേർത്ത ആദ്യത്തെ രാജവംശം, അവസാനത്തെ രാജവംശം എന്നാണ് പറഞ്ഞു വെച്ചത്. ദോഗ്രകൾ ഈ ലഡാക്കിലേക്ക് എത്തുന്നത് കാശ്മീർ വഴിയല്ല. കാരണം കാശ്മീർ അന്ന് സിഖ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു. ദോഗ്രകൾ സിഖ് സാമ്രാജ്യത്തിൻ്റെ സാമന്തന്മാരുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് അതുവഴി പോയി ദോഗ്ര രാജ്യത്തിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കാൻ സാധ്യമല്ല. ഇവർ ഫോളോ ചെയ്തത് ഹിമാചൽ പ്രദേശ് കിഷ്ത്വാർ എന്ന് പറയുന്ന പ്രദേശം, ജമ്മുവിലെ കിഷ്ത്വാർ എന്ന പ്രദേശത്തു നിന്നാണ് ഇവർ ലഡാക്കിലേക്ക് കടന്നത്. അന്ന് ചെങ്കുത്തായ മലനിരകൾക്കൂടെയൊക്കെ പോകാനുള്ള യാത്രാ മാർഗങ്ങളുണ്ടായിരുന്നു, കുതിരകളുണ്ടായിരുന്നു. സെൻട്രൽ ഏഷ്യയിലെ ഫെർഗാന എന്ന പ്രദേശത്ത് ഹൈബ്രിഡ് കുതിരകളെ കിട്ടുമായിരുന്നു. ഈ കുതിരകൾ അവിടുത്തെ ഈ ഫെർഗാന പ്രദേശത്തുണ്ടാകുന്ന പുല്ലിൽ നിന്ന് വളരുന്ന അതിശക്തമായ ശാരീരിക ബലമുള്ള കുതിരകളായിരുന്നു. ഈ പർവ്വത നിരകളിലൂടെ കുതിച്ചോടുന്ന ഈ കുതിരകളും ആ കുതിരകളിലിരുന്ന് അമ്പെയ്യാൻ കഴിവുള്ള ആർച്ചേഴ്സും ഈ കുതിര പട്ടാളമായിരുന്നു അക്കാലത്ത് ഈ പർവ്വതങ്ങളിൽ ഉള്ള രാജ്യങ്ങളുടെ എല്ലാം ശക്തി. നമുക്കറിയാം, മുഗൾ സാമ്രാജ്യം ഇന്ത്യയിലെത്തുമ്പോൾ ബാബർ വരുന്നത്, അദ്ദേഹത്തിൻ്റെ സ്ഥലം ഫെർഗാനയാണ്. ഈ എക്കാലത്തും മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പട്ടാള വിഭാഗമായിരുന്നു കുതിരപ്പട്ടാളം. ഈ കുതിരപ്പട്ടാളത്തിൽ ഫെർഗാന കുതിരകളാണ് ഉപയോഗിച്ചിരുന്നത്. 1 വർഷം കഴിയുമ്പോഴത്തേക്കും ഇവർ പുതിയ കുതിരകളെ കൊണ്ടുവരും. കാരണം ഇവിടെ കുതിരകളെ കൊണ്ടുവരാന്നുള്ളതല്ലാതെ ഫെർഗാനയിലെ പുല്ല് കൊണ്ടുവരാൻ വഴിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് 1 വർഷം കൊണ്ട് ഈ കുതിരകളുടെ ശക്തിയൊക്കെ ഏതാണ്ട് കുറയുമെന്നുള്ളത് കൊണ്ട് ഓരോ വർഷവും പുതിയ ബാച്ചസ് കുതിരയെ കൊണ്ടുവന്നിട്ട് കുതിരപ്പട്ടാളത്തിൻ്റെ ശക്തി നിലനിർത്തിക്കൊണ്ട് വന്നിരുന്നു. കുറച്ച് സങ്കീർണമാണ് ലഡാക്കിൻ്റെ ഭൂമിശാസ്ത്രം. ഇതിൻ്റെ ഓരോ ഇതിലുള്ള മുഖ്യ താഴ്വരകളെയും പർവ്വതങ്ങളെയും പീഠഭൂമികളെയും സമതലങ്ങളെയും എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. ലഡാക്കിൻ്റെ വടക്ക് ഭാഗം കാരക്കോറം പർവ്വതനിരകളും കുൺലുൺ പർവ്വതനിരകളുമാണ്. ലഡാക്കിൻ്റെ കിഴക്ക് ഭാഗം ടിബറ്റാണ്. ലഡാക്കിൻ്റെ തെക്കും പടിഞ്ഞാറും ഭാഗങ്ങൾ ഹിമാലയവുമാണ്. അക്സായി ചിൻ ഏരിയയിൽ ലഡാക്കിൻ്റെ വീതി ഏതാണ്ട് 550 കിലോമീറ്ററോളം വരും. ഇതിൻ്റെ ആവറേജ് നീളം ഏതാണ്ട് 200 കിലോമീറ്റർ ആണെന്ന് കൂട്ടാം. ഏതാണ്ട് 1,00,000 സ്ക്വയർ കിലോമീറ്റർ അടുത്താണ് ലഡാക്കിൻ്റെ മൊത്തം വിസ്തീർണം. കുറച്ച് സങ്കീർണമാണ് ലഡാക്കിൻ്റെ ഭൂമിശാസ്ത്രം. അതുകൂടാതെ ലഡാക്കിനകത്ത് 3 പർവ്വതങ്ങൾ വേറെയുമുണ്ട്. ഈ പർവ്വതനിരകൾക്ക് എല്ലാം ആവറേജ് ഒരു 50-60 കിലോമീറ്ററോളം വീതിയുണ്ട്. നീളം ഏതാണ്ട് 300 കിലോമീറ്ററോളം നീളമുള്ള 2 പർവ്വതനിരകളുണ്ട്. ബാക്കി ഉള്ള 2 പർവ്വതനിരകൾക്ക് ഏതാണ്ട് 250-100 കിലോമീറ്റർ നീളമാണ് ലഡാക്കിലുള്ളത്. ഈ പർവ്വതനിരകൾക്കിടയിൽ താഴ്വരകളും പീഠഭൂമികളുമുണ്ട്, നദികളുമുണ്ട്. അതുകൂടാതെ ഈ നദികളിൽ ഗ്ലേഷ്യർ വഴിയാണ് പല നദികളിലും ജലം ലഭിക്കുന്നത്. ഭാരതത്തിലെ വേറെ ഒരു ഭാഗത്തും കാണാത്ത തരത്തിലുള്ള കോംപ്ലിക്കേഷനുള്ള ഫീച്ചേഴ്സ് ഉള്ളൊരു സ്ഥലമാണ് ലഡാക്ക്. ഇത് ആവറേജ് ഉയരം 4000 മീറ്ററാണ്. ഇവിടെ 3500 മീറ്ററിൽ കൂടുതൽ ഉയരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ശ്വാസമുട്ട് സാധാരണ സമതലങ്ങളിൽ നിന്നുള്ളവർക്കുണ്ടാകും. അപ്പോൾ ഇത് വളരെ ടഫായിട്ടുള്ളൊരു ടെറൈനാണ്. ഇത് ആവറേജ് ഹൈറ്റാണ് പറഞ്ഞത്. ഇവിടെയുള്ള കൊടുമുടികൾ
7500 8000 മീറ്റർ ഹൈറ്റുള്ള കൊടുമുടിയിലുള്ള ഒരു പ്രദേശമാണിത്. ഇതൊരു മഴനിഴൽ പ്രദേശമാണ്. ഇതൊരു ശീത മരുഭൂമിയാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ ഏതാണ്ട് -30 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയെല്ലാം ടെമ്പറേച്ചർ ഇവിടെ മഞ്ഞുകാലത്ത് പോകും. ഇവിടുത്തെ നദികളൊന്നും അപ്പോൾ ഒഴുകില്ല. നദികളിലെല്ലാം മഞ്ഞ് പാളികളായിരിക്കും കിടക്കുന്നത്. ഇങ്ങനെ ദുഷ്കരമായിട്ടുള്ള പ്രദേശങ്ങളായതുകൊണ്ട് ഇതിൽ ഇടയ്ക്കുള്ള പീഠഭൂമികളും താഴ്വരകളുമെല്ലാം ഒറ്റപ്പെട്ട പ്രദേശങ്ങളായിട്ടാണ് ലഡാക്കിനകത്ത് തന്നെ കഴിഞ്ഞിരുന്നത്. ഇത് വർഷത്തിൽ 7-8 മാസം മഞ്ഞാൽ ചുറ്റപ്പെട്ട ദ്വീപുകളായിരുന്നു ഇവിടെയുള്ള താഴ്വരകളെന്നെല്ലാം നമുക്ക് പറയാം. ലഡാക്കിലെ മുഖ്യ പർവ്വതനിരകൾ സൻസ്കാർ പർവ്വതനിരയും ലഡാക്ക് പർവ്വതനിരയുമാണ്. ഇത് ഏതാണ്ട് 300 കിലോമീറ്റർ നീളത്തിൽ സമാന്തരമായി തെക്ക് പടിഞ്ഞാറായി ചരിഞ്ഞു കിടക്കുന്ന 2 പർവ്വതനിരകളാണിവ. ലഡാക്കിൻ്റെ ഭൂപ്രകൃതി ഈ 2 പർവ്വതനിരകളുടെയും കാര്യമായ സ്വാധീനത്തിന് കീഴിൽ ഉള്ളവയാണ്. ആദ്യം നമുക്ക് സൻസ്കാർ പർവ്വതനിര എടുക്കാം. ഈ സൻസ്കാർ പർവ്വതനിര ഹിമാലയ പർവ്വതനിരയ്ക്ക് തൊട്ട് കിഴക്കായി കിടക്കുന്ന പർവ്വതനിരകളാണ്. 300 കിലോമീറ്ററോളം മാത്രമേ വരൂ സൻസ്കാർ പർവ്വതനിരയുടെ നീളം. സൻസ്കാർ പർവ്വതനിര ഹിമാലയ പർവ്വതനിരയുമായിട്ട് ഏതാണ്ട് 100 കിലോമീറ്ററോളം അകലം മധ്യഭാഗങ്ങളിലുണ്ടെങ്കിലും ഹിമാചൽ പ്രദേശത്തിലെ ബോർഡറിലേക്ക് വരുമ്പോൾ, അതായത് തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇത് തമ്മിലുള്ള അകലം വളരെ കുറഞ്ഞ് ഇത് ആൾമോസ്റ്റ് കൺവേർജ് ചെയ്യുന്നത് പോലെ എത്തുന്നു. ഇനി ലഡാക്ക് പർവ്വതനിര സൻസ്കാർ പർവ്വതനിരയ്ക്ക് പാരലലായിട്ട് ലഡാക്ക് പർവ്വതനിര കിടക്കുന്നു. അത് പക്ഷേ ലഡാക്കിൻ്റെ മുഴുവൻ നീളത്തിലില്ല. അത് തുടങ്ങുന്നത് ഹിമാചൽ ബോർഡറിൽ നിന്ന് ഏതാണ്ട് 110ഓളം കിലോമീറ്റർ വടക്കോട്ട് മാറിയാണിത് ഭാരതത്തിൽ തുടങ്ങുന്നത്. ഇതിൻ്റെ നീളവും ഏതാണ്ട് 300 കിലോമീറ്ററോളം ആണ് ഈ ട്രാൻസ് ഹിമാലയൻ JNKയിലുള്ളത്. ഏതാണ്ട് 500 കിലോമീറ്റർ മാറിയാണ് കാരക്കോറം പർവ്വതനിര തുടങ്ങുന്നത്. ഈ കാരക്കോറം പർവ്വതനിരയും ഏതാണ്ട് 500 കിലോമീറ്ററോളം നീളമുണ്ട്. അത് ഈ ട്രാൻസ് ഹിമാലയൻ JNKയുടെ അവസാനം അഫ്ഗാൻ ബോർഡർ വരെ എത്തുന്നുണ്ട്. പ്രിൻസ്ലി സ്റ്റേറ്റായ JNKയെ സംബന്ധിച്ചിടത്തോളം ലഡാക്ക് ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പർവ്വതനിരയാണ് കുൻലൂൺ. അത് ആക്ച്വലി ചൈനയുടെ ഹൃദയഭാഗത്തേക്ക് അത് 2000ഓളം കിലോമീറ്റർ ഹൃദയഭാഗത്തേക്ക് നീണ്ടു കിടക്കുന്നുമുണ്ട്. പക്ഷേ ലഡാക്കിനെ സംബന്ധിക്കുന്ന ഭാഗം 150ഓളം കിലോമീറ്റർ മാത്രമേ അതിന് നീളമുള്ളൂ. ഇനി ഇവിടെയുള്ള മുഖ്യ താഴ്വരകളും പീഠഭൂമികളും ഏതെന്ന് നോക്കാം. സൻസ്കാർ പർവ്വതനിരയ്ക്കും ഹിമവാനും ഇടയ്ക്ക് ലഡാക്കിലുള്ള താഴ്വര. ലഡാക്കിൽ അത് 2 താഴ്വരയുണ്ട്. ആ താഴ്വരകളുടെ പേര് ആദ്യത്തെ സൻസ്കാർ റേഞ്ചസിനും ഹിമാലയത്തിനും ഇടയ്ക്കുള്ള ആദ്യത്തെ താഴ്വരയുടെ പേര് സൻസ്കാർ താഴ്വര എന്നാണ്. ഈ സൻസ്കാർ താഴ്വരയ്ക്ക് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പേര് വരാൻ കാര്യം സൻസ്കാർ നദി അതിലൂടെയാണ് ഒഴുകുന്നത്. സൻസ്കാർ താഴ്വരയിലെ നദികളെല്ലാം തന്നെ ഗ്ലേസിയറിൽ നിന്ന് ഉത്ഭവിക്കുന്നവയാണ്. അത് ഒന്നാമത്തെ താഴ്വര. അത് ഏതാണ്ട് 7000ഓളം സ്ക്വയർ കിലോമീറ്റർ വിസ്തീർണം വരും. അതിൻ്റെ വടക്ക് പടിഞ്ഞാറായി ഹിമാലയൻ റേഞ്ചസും സൻസ്കാർ റേഞ്ചസിൻ്റെയും 2 പ്രൊജക്ഷൻസ് വന്ന് ഇടയ്ക്ക് ഒരു വരമ്പ് പോലെ കിടക്കുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും ഫിംഗർ ചേർന്ന് വരുന്ന പ്രദേശം ക്രോസ് ചെയ്യണം. അത് പെൻസില ക്രോസിംഗ് ആണ്. അതിൻ്റെ പേര് സുരു താഴ്വര. ഇത് സൻസ്കാർ റേഞ്ചസിൻ്റെ ഇടതുഭാഗം. സൻസ്കാർ റേഞ്ചസിൻ്റെ വലതുഭാഗത്ത് ആണ് ലഡാക്ക് റേഞ്ചസ്. ഈ ലഡാക്ക് റേഞ്ചസിനും സൻസ്കാർ റേഞ്ചസിനും ഇടയ്ക്ക് കിടക്കുന്ന താഴ്വര ഇൻഡസ് താഴ്വരയാണ്. ഈ ഇൻഡസ് താഴ്വരയ്ക്ക് അങ്ങനെ പേര് വരാൻ കാരണം ഇൻഡസ് നദി അതിലൂടെയാണ് ഒഴുകുന്നത്. ഇനി ലഡാക്ക് റേഞ്ചിനും കാരക്കോറം റേഞ്ചിനും ഇടയ്ക്ക് കിടക്കുന്ന താഴ്വര ഷ്യോക്ക് താഴ്വര. ഇതിന് കാരണം ഷ്യോക്ക് നദി അല്ലെങ്കിൽ നുബ്ര നദി, ഈ 2 നദികളും ഇതിലൂടെയാണ് ഒഴുകുന്നത്. അതുകൊണ്ട് അത് നുബ്ര ഷ്യോക്ക് താഴ്വര എന്ന് പറയുന്നു. ഈ ഇൻഡസ് താഴ്വരയുടെ വിസ്തീർണം ഏതാണ്ട് 10000 സ്ക്വയർ കിലോമീറ്റർ വരും. ഷ്യോക്ക് നുബ്ര താഴ്വരയുടെ വിസ്തീർണം ഏതാണ്ട് 6000 സ്ക്വയർ കിലോമീറ്ററും വരും. ഇത് താഴ്വരയുടെ കാര്യമായി. ഇനി 2 പീഠഭൂമികളും അല്ലെങ്കിൽ ഹയർ പ്ലെയിൻസ് ഉണ്ട് ഈ ലഡാക്ക് ഏരിയയിൽ മാത്രം. അത് ഒന്ന് ചാങ്താങ് പ്ലെയിൻസ് എന്ന് പറയുന്ന പീഠഭൂമിയാണ്. മേച്ചിൽപ്പുറങ്ങളാണത്. അത് ഹിമാചൽ പ്രദേശിൻ്റെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഉള്ളത് കുറേ കൂടി തണുപ്പ് കൂടിയ
ഹയർ പ്ലെയിൻസ് ആണ്. അത് അക്സായ് ചിൻ പീഠഭൂമിയാണ്. ഈ അക്സായ് ചിൻ പീഠഭൂമി കിടക്കുന്നത് കാറക്കോറത്തിൻ്റെയും കുൻലുൺ പർവ്വതങ്ങളുടെയും ഇടയ്ക്കാണ്. അത് മേച്ചിൽപ്പുറങ്ങളാണ്. ഷ്യോക്ക് താഴ്വരയുടെ കിഴക്ക് ഭാഗത്താണ് അക്സായ് ചിൻ പ്ലെയിൻസ്. അതിൻ്റെ വടക്കൻ അതിർത്തി കുൻലുൺ പർവ്വതനിരയാണ്. ഈ അക്സായ് ചിൻ എന്ന് പറയുന്നത് കാറക്കോറത്തിൻ്റെ തുടർച്ചയായിട്ടാണ് കരുതപ്പെടുന്നത്. ടോട്ടൽ ഏരിയ ഏതാണ്ട് 98,000 സ്ക്വയർ കിലോമീറ്റർ ഇങ്ങനെ വരും. ഈ ലഡാക്കിൻ്റെ ക്യാപിറ്റൽ ലേ ആണ്, ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മണാലിയിൽ നിന്ന് ലേ വരെ ഒന്ന് പോകാം. മണാലിയിൽ നിന്ന് നേരെ ഒരു വടക്കോട്ട് വര വരച്ചാൽ അത് അവസാനം ലേ ചെന്ന് ചേരും. മണാലിയിൽ നിന്ന് നമ്മൾ ലേയിലേക്ക് പോകുമ്പോൾ ആദ്യം കിടക്കുന്ന മെയിൻ ക്രോസിംഗ് രോത്തങ്ല പാസ്സാണ്. ഈ രോത്തങ്ല പാസ് എന്ന് പറയുന്നത് പീർപഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള പാസ്സാണ്. ഇപ്പോൾ ഈ രോത്തങ്ല പാസിന് കുറുകെയാണ് അടൽ ടണൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പാസുകൾക്ക് കുറുകെ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന വിദ്യ നമുക്ക് കേരളത്തിൽ പരിചയമുണ്ട്. കുതിരാനിലേക്ക് പോയിക്കൊണ്ടിരുന്ന വഴി, സ്ഥിരം ട്രാഫിക് ജാം ഉണ്ടായിരുന്ന വഴി നമുക്കറിയാം. ഇപ്പോൾ കുതിരാന് കുറുകെ ഒരു തുരങ്കമുണ്ട്. വളരെ പെട്ടെന്ന് കുതിരാൻ ക്രോസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഭയങ്കര ചലഞ്ചാണ്. കാരണം ഇതിൻ്റെ കോറിൽ കൂടെ വേണം കട്ട് ചെയ്ത് പോകാൻ. അതിനകത്ത് നല്ല കരിങ്കല്ലിൻ്റെ പാളികളൊക്കെയാണ് നടുക്കെങ്കിൽ കട്ട് ചെയ്ത് പോകാൻ വലിയ പാടാണ്. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ തുരങ്കങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ തുരങ്കങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ടെക്നിക്കൽ ചലഞ്ചുമാണ്. ഇവിടെ പീർപഞ്ചാൽ പർവ്വതനിരകൾ കടന്നാൽ നമ്മൾ എത്തുന്നത് ഹിമാചൽ പ്രദേശിലെ തന്നെ ലാഹുൽ വാലിയിലാണ്, ലാഹുൽ താഴ്വര. ഈ ലാഹുൽ താഴ്വരയിൽ നിന്നാണ് ചെനാബ് നദി ഉത്ഭവിക്കുന്നത്. നമ്മൾ മുന്നോട്ട് കാണുന്നത് അടുത്ത പർവ്വതനിരയാണ്, അത് ഹിമാലയ പർവ്വതനിരയാണ്. ഈ ഹിമാലയ പർവ്വതനിരയെ ക്രോസ് ചെയ്യുന്നത് ബാരാലച്ല എന്ന പാസ് വഴിയാണ് ഹിമാലയ പർവ്വതനിരയെ ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഹിമാലയ പർവ്വതനിരയെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസ് ഹിമാലയത്തിലായി. അപ്പോൾ ബാരാലച്ല പാസ് കഴിഞ്ഞു. ബാരാലച്ല പാസ് കഴിഞ്ഞ് നമ്മൾ എത്തുന്നത് സർച്ചു എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഈ സർച്ചു എന്ന് പറയുന്നതാണ് ഹിമാചൽ ലഡാക്കിൻ്റെ ബോർഡർ. സൻസ്കാർ നദിയുടെ ഒരു മെയിൻ കോൺട്രിബ്യൂട്ടറി സറത്ത് നദി സർച്ചുവിൽ നിന്ന് ആണ് ഉത്ഭവിക്കുന്നത്. സർച്ചു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നമ്മളൊരു ഗാട്ടാ ലൂപ്സ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തൂടെ കടന്നു പോകും. ഇത് സൻസ്കാർ പർവ്വതനിരയുടെ ഭാഗമാണ് ഗാട്ടാ ലൂപ്സ്. ഗാട്ടാ ലൂപ്സ് കഴിഞ്ഞാൽ നമ്മൾ നേരെ സൻസ്കാർ പർവ്വതനിരയിലേക്ക് എത്തുകയാണ്. സൻസ്കാർ പർവ്വതനിര നമ്മൾ ക്രോസ് ചെയ്യാൻ അവിടെ 3 പാസുകളുണ്ട്. ആദ്യത്തെ പാസിൻ്റെ പേര് നക്കീല, രണ്ടാമത്തെ പാസ് ലച്ചുങ്ല, മൂന്നാമത്തെ പാസ് തങ്ലങ്ല. ഈ 3 പാസുകളും കടന്ന് വേണം നമുക്ക് സൻസ്കാർ പർവ്വതനിര കടക്കാൻ. താങ്ലങ്ല പാസ്സാകുമ്പോഴേക്കും ഏതാണ്ട് 18,000 അടി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ശ്വാസത്തിനുള്ള ബുദ്ധിമുട്ടെല്ലാം അവിടെ നിന്ന് ഉണ്ടാവുകയും ചെയ്യും. ഈ താങ്ലങ്ല പാസ് കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഇറങ്ങി ഉബുഷി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ എത്തുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉബുഷിയാണ്. ഈ ഉബുഷിയിൽ വെച്ചിട്ടാണ് നമ്മൾ സിന്ധു നദിയെ കാണുന്നത്. സിന്ധു നദി നമ്മുടെ വലതുഭാഗത്ത് നിന്ന് സിന്ധു നദി വന്ന് ചേരുകയാണ് ഉബുഷിയിൽ. ഇനി ഉബുഷിയിൽ നിന്ന് നമ്മൾ സിന്ധു നദി വഴി പോയാൽ, സിന്ധു നദിയുടെ കരയിൽ കൂടി നമ്മൾ വലതുഭാഗത്തേക്ക് പോയാൽ നമ്മൾ സിന്ധു നദി ടിബറ്റിൽ നിന്ന് സിന്ധു നദി ഇന്ത്യയിലേക്ക് കയറുന്ന ലഡാക്കിലേക്ക് കയറുന്ന പ്രദേശത്തെത്തും. അതിൻ്റെ പേര് ഡെംചോക്ക് എന്നാണ്. ഏരിയൽ ഡിസ്റ്റൻസ് ഏതാണ്ട് 140-130 കിലോമീറ്ററോളമേ വരികയുള്ളൂ. ഡെംചോക്ക് ചൈന ഇന്ത്യ ബോർഡറാണ്, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അവിടെ അതുവഴിയാണ് കടന്നു പോകുന്നത്. നമ്മൾ ഉബുഷിയിൽ നിന്ന് ഡെംചോക്കിലുള്ള യാത്രയിൽ ഡെംചോക്കിന് 12 കിലോമീറ്റർ മുമ്പിൽ വെച്ച് വലത്തോട്ട് തിരിഞ്ഞ് പോകുന്ന ഒരു വഴിയാണ് ഈ ഓംനിംഗ്ല പാസ്. ഏറ്റവും ഹൈറ്റ് കൂടിയ പേവ്ഡ് റോഡാണ്. നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഈ സിന്ധു നദിയുടെ സൈഡിൽ കൂടെ തന്നെ നമ്മൾ വന്നാൽ ലഡാക്ക് റേഞ്ചസിൻ്റെ വടക്ക് ഭാഗത്തു കൂടി ആണ് സിന്ധു നദി ഭാരതത്തിലേക്ക് കിടക്കുന്നത്. ഇത് സിന്ധു നദി നമ്മൾ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ഉഷിയിലേക്ക് പോവുകയാണ്. ഡെംചോക്കിൽ നിന്ന് ഏതാണ്ട് 50 കിലോമീറ്റർ മാറി സിന്ധു നദി കൂടെ പോകുമ്പോൾ സിന്ധു നദി ഈ ലഡാക്ക് റേഞ്ചസിനെ ക്രോസ് ചെയ്യുന്നു. സിന്ധു നദി ലഡാക്ക് റേഞ്ചസിനെ ക്രോസ് ചെയ്യുന്നത് ഡുങ്തിയിൽ വെച്ചാണ്. ഡുങ്തിയിൽ ലഡാക്ക് റേഞ്ചിൽ ഒരു വലിയ ഗർത്തം സൃഷ്ടിച്ചാണ് ഇത് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ലഡാക്ക് റേഞ്ചസിൻ്റെ വടക്ക് ഭാഗത്താണ് സിന്ധുവിനെ കണ്ടതെങ്കിൽ
ഉപ്ഷിയിലാവുമ്പോഴേക്കും സിന്ധുവിൻ്റെ വടക്ക് ഭാഗത്താണ് ലഡാക്ക് റേഞ്ചസ്. അപ്പോൾ ഉപ്ഷിയിൽ നമ്മൾ തിരിച്ചെത്തി. ഈ ഉപ്ഷിയിൽ ഒരു വലിയ പാലമുണ്ട്. ഈ പാലം വഴി നമ്മൾ സിന്ധു നദിയുടെ മറ്റേ ഭാഗത്തേക്ക് പോവുകയാണ്. ഇത് സിന്ധു നദിയുടെ വലത്തേ കരയിൽ കൂടിയാണ് നമ്മുടെ യാത്ര ഇനി മുന്നോട്ടുള്ളത്. ഏതാണ്ട് ഒരു 20-25 കിലോമീറ്റർ കഴിയുമ്പോൾ ഇവിടെ കാരു എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആർമിയുടെ ലോജിസ്റ്റിക് ബേസാണ് കാരു എന്ന് പറയുന്ന സ്ഥലം. കാരുവിൽ നിന്ന് വലത്തോട്ട് റോഡുണ്ട്. ഈ കാരുവിൽ നിന്ന് വലത്തോട്ട് ലഡാക്ക് റേഞ്ചസിനെ ക്രോസ് ചെയ്ത് അപ്പുറേക്ക് യാത്രയാകുന്നു. ഈ ലഡാക്ക് റേഞ്ചസിനെ ക്രോസ് ചെയ്യുന്ന ആ പാസിൻ്റെ പേര് ചാങ്ല എന്നാണ്. ആ പാസിൻ്റെ പേര് ചാങ്ല പാസ്. നമ്മൾ ലഡാക്ക് റേഞ്ചസിനെ ക്രോസ് ചെയ്ത് മുന്നോട്ട് പോയി ഏതാണ്ട് 60 കിലോമീറ്ററോളം പോയി കഴിയുമ്പോൾ നമ്മളൊരു തടാകത്തിൻ്റെ സൈഡിലെത്തും. ആ തടാകത്തിൻ്റെ പേര് പാങ്കോങ്സോ. ഏതാണ്ട് 142 കിലോമീറ്റർ നീളമുള്ള ഒരു ബ്രാക്കിഷ് വാട്ടർ ഉപ്പുവെള്ളമുള്ള ഒരു തടാകമാണ്. ഈ പാങ്കോങ്സോ ലേക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഇന്ത്യക്കും കിഴക്ക് ഭാഗം ചൈനയുടെയും നിയന്ത്രണത്തിലാണ്. പാങ്കോങ്സോ ലേക്കിൻ്റെ പാങ്കോങ്സോ ലേക്കിൽ കൂടിയാണ് LAC ക്രോസ് ചെയ്യുന്നത്. അത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൻ്റെ രണ്ടാമത്തെ ഒരു കീ പോയിൻ്റാണ്. ആദ്യം ഡെംചോക്ക് ഒരു കീ പോയിൻ്റാണ്. പാങ്കോങ്സോയിൽ നിന്ന് നമ്മൾ തിരിച്ചു വരുമ്പോൾ ചാങ്ല പാസ് എത്തുന്നതിന് മുമ്പ് ഡർബുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതായത് നമ്മൾ ഇത് ലഡാക്ക് റേഞ്ച് ക്രോസ് ചെയ്യുന്നില്ല. ഈ ഡർബുക്കിൽ നിന്ന് ഒരു റോഡ് നേരെ ഒരു 255 കിലോമീറ്റർ നീളത്തിൽ നേരെ വടക്കോട്ട് പോകുന്നുണ്ട്. അത് കാറക്കോറം പാസിൻ്റെ അടുത്ത് വരെ എത്തും. ഈ വടക്കോട്ടുള്ള ഈ റോഡിൻ്റെ പേര് DSDBO റോഡ്. ഇതുവഴിയാണ് ഇന്ത്യൻ ആർമിയുടെ മൂവ്മെൻ്റ് എല്ലാം ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിലേക്കുള്ള ഒരു മെയിൻ മൂവ്മെൻറ്റിലുള്ള ഒരു മെയിൻ റോഡാണിത്. ഡെസ്പാങ് പ്ലെയിൻസ് എന്ന് പറയുന്ന പ്രദേശം, ഡെസ്പാങ് പ്ലെയിൻസും ന്യൂസിലുണ്ടായിരുന്നു. കാര്യം ഡെസ്പാങ് പ്ലെയിൻസ് ഒരു വിശാലമായ സ്ഥലമാണ്. ഇവിടെ പട്ടാള ക്യാമ്പുകൾ സ്ഥാപിക്കാനുമൊക്കെയുള്ള സ്ഥലമുണ്ട്. DBOയിലാണ് ഏറ്റവും ഹയർ പ്ലെയിനിലുള്ള ഒരു എയർ സ്ട്രിപ്പ് ഉള്ളത്. ഈ ഡർബുക്ക് എന്ന സ്ഥലത്ത് നിന്ന് ചാങ്ല പാസ് നമ്മൾ ക്രോസ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് കാരുവിലെത്തുന്നു. കാരുവിൽ നിന്ന് ഏതാണ്ട് 35 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ലേയിലെത്തുന്നത്. ലേയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ പിന്നെ ഈ ലഡാക്ക് റേഞ്ചസിനെ ക്രോസ് ചെയ്യണം. ഈ ലഡാക്ക് റേഞ്ചസിനെ ക്രോസ് ചെയ്യുന്ന ആ പാസിൻ്റെ പേര് ഖാർദുംഗ്ല പാസ് എന്നാണ്. ഖാർദുംഗ്ല പാസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നുബ്ര വാലിയിലെത്തും. സിയാച്ചിൻ ഗ്ലേസിയറുള്ള ബേസ് ക്യാമ്പ് വെച്ചിരിക്കുന്നത് നുബ്ര വാലിയിലാണ്. ഈ നുബ്ര വാലി വളരെ ഫേമസ് ആണ് ഡബിൾ ഹംഡ് ക്യാമലിന്, അതായത് 2 മുഴയുള്ള ഒട്ടകം. നമ്മൾ ഈ തവണത്തെ റിപ്പബ്ലിക് ഡേ പരേഡിൽ ഈ ഒട്ടകത്തെ പരേഡിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ശീത മരുഭൂമിയാണ്, മണൽ കൂമ്പാരമുള്ള സ്ഥലമാണ്. ഇവിടെ കിടക്കണമെങ്കിൽ ഒട്ടകങ്ങൾ വേണം. ലേയിൽ നിന്ന് സിന്ധു നദിയിലൂടെ ഒരു 35 കിലോമീറ്റർ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞാൽ നമ്മൾ നിമ്മു എന്ന് പറയുന്നൊരു സ്ഥലത്തെത്തും. നിമ്മുവിൽ സൻസ്കാർ നദി, അതായത് സൻസ്കാർ താഴ്വരയിൽ നിന്ന് വരുന്ന സൻസ്കാർ നദി സിന്ധുവിൽ ചേരുന്ന സ്ഥലമാണ് നിമ്മു. നിമ്മുവിൽ നിന്ന് നമ്മൾ സിന്ധു നദി വഴി തന്നെ മുന്നോട്ട് പോയാൽ ഏതാണ്ട് 100 കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ബെറ്റാലിക് എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ഈ ബെറ്റാലിക്കാണ് ബാൾട്ടിസ്ഥാൻ്റെ എൻട്രി പോയിന്റ്. ബെറ്റാലിക് എത്തുന്നതോടെ ലഡാക്കിൻ്റെ എൻഡായി എന്ന് നമുക്ക് പറയാം. ഈ നിമ്മുവിൽ നിന്ന് നമ്മൾ നമ്മൾ ബെറ്റാലിക്കിലേക്ക് വരുമ്പോൾ ഖൽസിയിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമ്മൾ പോകുന്നത് കാർഗിലിലേക്കാണ്. കാർഗിലിലേക്ക് പോകുമ്പോൾ നമ്മൾ സൻസ്കാർ റേഞ്ചസിനെ ക്രോസ് ചെയ്യുന്നത് 2 പാസുണ്ട്. ഫോർട്ടുല പാസ് ആദ്യം ക്രോസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമിക്ല പാസ് ക്രോസ് ചെയ്യണം. ഇത് നാഷണൽ ഹൈവേ 1 ആണ്. ശ്രീനഗർ ലേ ഹൈവേ ആണ് നാഷണൽ ഹൈവേ 1. ബെറ്റാലിക്കിൻ്റെ തെക്ക് പടിഞ്ഞാറായിട്ടാണ് കാർഗിലുള്ളത്. ബെറ്റാലിക്കിൽ കൂടെയാണ് ലൈൻ ഓഫ് കൺട്രോൾ. ഇനി നിമ്മുവിൽ നിന്ന് ഒരു സിന്ധു നദിക്ക് കുറുകെയുള്ള പാലം കടന്നാൽ നമ്മൾ നിമ്മു ഡർച്ച ഹൈവേയിലെത്തുകയാണ്. നിമ്മുവിൽ നിന്ന് പാരും ഷിങ്കുല ഡർച്ച വഴി മനാലിയിലേക്ക് പോകാൻ ഒരു പുതിയ വഴി ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഈ വഴി പോകുമ്പോൾ നമുക്ക് സൻസ്കാർ പർവ്വതനിര ചുരങ്ങൾ വഴി ക്രോസ് ചെയ്യേണ്ടതായ ആവശ്യം വരില്ല. സൻസ്കാർ പർവ്വതനിരയെ കുറുകെ കിടക്കുന്ന ഗോർജ് വഴി, അതിൻ്റെ സൈഡിലുള്ള റോഡ് വഴി
നമുക്ക് സൻസ്കാർ താഴ്വരയിലെത്താനും സൻസ്കാർ താഴ്വരയിൽ നിന്ന് ഷിങ്കുല പാസ് വഴി ഡർച്ചയിലെത്തി മനാലിയിലെത്താനും കഴിയും. നമ്മളങ്ങനെ ലഡാക്കിൽ കൂടി ഒരു ഓട്ടപ്രദർശനം നടത്തി കേൾക്കാത്ത കുറേ താഴ്വരകളുടെയും പർവ്വതങ്ങളുടെയും പേരും കേട്ടു. അതുപോലെ വലിയ സമതലങ്ങളും ഉണ്ട്. നദികൾ, ഇൻഡസ് നദി ഏതാണ്ട് 450ഓളം കിലോമീറ്റർ ലഡാക്കിൽ കൂടി ഒഴുകുന്നുണ്ട്. അതിൻ്റെ പോഷക നദികളായിട്ടുള്ള സൻസ്കാർ നദി, സുരു നദി, ന്യൂബ്ര നദി, ഷോക് നദി ഇവയെല്ലാം ഈ ലഡാക്കിൽ കൂടിയാണ് ഒഴുകുന്നത്. പിന്നെ ഇവിടുത്തെ കൃഷിയെ സംബന്ധിച്ചൊരു കാര്യം, ഇവിടുത്തെ കൃഷി സസ്റ്റൈനൻസിനുള്ള കൃഷി ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥയാണ് പ്രശ്നം. 5 മാസത്തിൽ കൂടുതൽ ഇവിടെ മഞ്ഞുവീഴ്ച ഇല്ലാത്ത സമയമില്ല. 5 മാസം കഴിഞ്ഞാൽ ഇതെല്ലാം മഞ്ഞിനടിയിലാവും. അതുകൊണ്ട് ഈ 5 മാസത്തിനകം വിളവെടുക്കാൻ പറ്റിയ കൃഷികൾ മാത്രമേ ഇവിടെ നടത്താൻ സാധിക്കൂ. ഈ കിട്ടുന്ന വസ്തുക്കൾ പിന്നെ അതിൻ്റെ ബാക്കിയുള്ളതാണ് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നതും ഉപയോഗിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിപ്പെൻഡൻസി, ഫുഡിൻ്റെ കാര്യത്തിൽ ഒരു ഡിപ്പെൻഡൻസി എപ്പോഴും ഇവർക്കുണ്ട്. പിന്നെ ഗ്ലേഷ്യൽ വാട്ടറാണ്, ഗ്ലേസിയറിൽ നിന്ന് വരുന്ന വെള്ളം എടുത്തിട്ടാണ് വരുന്നത്. അത് ഗ്ലേസിയറിൽ ഉരുകി തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഏപ്രിൽ മെയ് ആവും. അപ്പോൾ അതിനു മുമ്പ് ഇത് വിതയ്ക്കുക എന്ന് പറയാനുള്ള വെള്ളത്തിൻ്റെ ലഭ്യതയൊക്കെ വലിയ പ്രശ്നമാണ്. ഇവിടുത്തെ മണ്ണിൽ ഒട്ടും ഓർഗാനിക് കണ്ടൻറ് ഇല്ല. ഇത് മരുഭൂമിയാണല്ലോ. അപ്പോൾ ഇതിന് ഓർഗാനിക് കണ്ടൻറ്റായിട്ട് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ചെടികൾ വേണം, ഇലകൾ വേണം. അതിന് ഇവിടെ മരങ്ങളുമില്ല. മുഖ്യ കൃഷിയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ബാർലിയാണ്. ബാർലി ഈ ശൈത്യത്തെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിവുള്ള പ്രത്യേകം ബാർലിയാണ് ഇവർ ഉപയോഗിക്കുന്നത്. ആപ്രിക്കോട്ടുണ്ട്, വാൾനട്ടും ആപ്രിക്കോട്ടും കൂടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വളരെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയുള്ള രീതിയിൽ കൃഷിയെ സമീപിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ പറ്റുള്ളൂ. ഗവൺമെൻറ് അതിനുള്ള സത്യമായുള്ള നടപടികൾ എടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവരുടെ ഒരു സമ്പാദ്യമായിട്ട് വരുന്ന ഇവരുടെ ആടുമാടുകളാണ്. ആടുമാടുകളെ മേയ്ക്കുന്നതിൽ കിട്ടുന്ന സമ്പാദ്യമാണ് ഇവരുടെ ഒരു അസറ്റായിട്ടുള്ളത്. ഇതിനും പ്രശ്നമുണ്ട്. കാര്യം ഈ മഞ്ഞുകാലമാകുമ്പോൾ ഇതിന് തീറ്റി സംഘടിപ്പിക്കണം, പിന്നെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. വീടുകളുടെ ആദ്യത്തെ നില മിക്കവാറും തൊഴുത്തുകളായിരിക്കും. ടിബറ്റുകാർ കൂടുതൽ ആശ്രയിക്കുന്ന ഒരു കന്നുകാലി വിഭാഗത്തിൽപ്പെട്ടത് യാക്കാണ്. അത് യാക്കുണ്ട്, സോമോ എന്ന് പറയുന്ന യാക്കിൻ്റെ തന്നെ ഒരു ബ്രീഡ് ഐറ്റം ഉണ്ട്. ഇത് രണ്ടും ആശ്രയിച്ചാണ് പാല്, തുകൽ, ചാണകം ഇതുള്ള കാര്യങ്ങൾക്ക് ഇതിനെയാണ് ഉപയോഗിക്കുന്നത്. ഈ ചാണകം ആക്ച്വലി ഇവരുടെ ഫ്യൂവലും കൂടെയാണ്. ചാണകവരളി ഉണക്കി വെച്ചിട്ടാണ് ഇവർ മഞ്ഞുകാലത്ത് ഉള്ള കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ഈ കാറ്റിൽ റിയറിങ്ങിന് ഇവരൊരു കളക്റ്റീവ് കാറ്റിൽ റിയറിങ് മെത്തേഡ് പോലെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഗ്രാമത്തിലെ മാടുകളെയെല്ലാം ആരെങ്കിലും 1-2 പേര് അത് ഉത്തരവാദിത്തം ഏറ്റെടുത്തത് മൊത്തമായി കൊണ്ട് മേയിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്ന പോലത്തെ ഒരു സിസ്റ്റമാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഈ പശ്മിന ആടുകളുടെ ചെമ്മരി ആടുകളുടെ രോമം കാശ്മീർ ഷാളുകൾ ഉണ്ടാക്കാൻ വേണ്ടി പശ്മിന കമ്പിളിയാണ് ഉപയോഗിക്കുന്നത്. ചരിത്രാതീത കാലം തുടങ്ങി ഈ പശ്മിന കമ്പിളി രോമങ്ങൾക്ക് വലിയ ഡിമാൻഡാണുള്ളത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇത് വെച്ചുണ്ടാകുന്ന ഷാളുകൾ, കാശ്മീരി ഷാളുകളെല്ലാം പശ്മിന കമ്പിളി രോമങ്ങൾ വെച്ചുള്ളതാണ്. അത് മുഗൾ ഭരണകാലം തുടങ്ങി തന്നെ ഈ പശ്മിന കമ്പിളി രോമങ്ങളുടെ ട്രേഡിൻ്റെ കുത്തക ലഡാക്കിന് കിട്ടിയിരുന്നു. ടിബറ്റ് മധ്യേഷ്യ സിൽക്ക് റൂട്ടിൻ്റെ പാതയിലാണ് ലഡാക്ക് കിടന്നിരുന്നത്. ഇതുവഴിയുള്ള ഒരു വാണിജ്യ കോറിഡോർ ആയിരുന്നതുകൊണ്ട് അതിനുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ് അങ്ങനെ കിട്ടിയിരുന്നു. പിന്നെ ഈ കൈലാഷ് പർവ്വതത്തിലേക്കുള്ള യാത്ര, അതിനുള്ള വഴിയും ലഡാക്കിൽ കൂടെ തന്നെ ആയിരുന്നു കൈലാഷ പർവ്വതത്തിലേക്കുള്ള യാത്ര. കൈലാസ പർവ്വതത്തിനടുത്തുള്ള മൻസാർ എന്ന ഒരു ഏരിയ, അത് ലഡാക്ക് രാജാവിന് അവകാശപ്പെട്ടതായിരുന്നു. അതുവഴി ആ ലഡാക്ക് കീഴ്പ്പെടുത്ത വഴി ആ അവകാശം ദോഗ്ര ഭരണത്തിന് വന്നു. ഇത് ഈ പ്രദേശത്തു നിന്നുള്ള കരംപിരിവ് 1950കളുടെ അവസാനം വരെ ഭാരതത്തിന് ലഭിച്ചിരുന്നു. പിന്നെ ടിബറ്റ് ചൈന കീഴ്പ്പെടുത്തിയതിന് ശേഷം ഇന്ത്യയുടെ പഞ്ചശീല തത്വങ്ങളിലുണ്ടായ ചില കോംപ്ലിക്കേഷൻസ് കൊണ്ട് ഇത് പിന്നെ ഇന്ത്യ അത് പേഴ്സ്യൂ ചെയ്തില്ലെന്നാണ് നമുക്ക് രേഖകൾ വഴി മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ കൈലാഷ പർവ്വതത്തിനടുത്തുള്ള കുറേ ഏരിയ ഭാരതത്തിൻ്റെ നിയന്ത്രണത്തിൽ ഉള്ളതായിട്ട് തന്നെ തുടർന്ന് പോയേനെ. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു എക്കണോമി ഇപ്പോൾ ആർമിയുടെ പട്ടാള മാർഷൽ എക്കണോമിയുടെ കാര്യമായിട്ട് ഇപ്പോൾ ഡെവലപ്പ് ആകുന്നുണ്ട്. കാരണം ഇൻഡോ ചൈന ബോർഡർ, ഇൻഡോ ചൈന ബോർഡറും ബാൾട്ടിസ്ഥാൻ ബോർഡറും ഇത് രണ്ടും ആർമിയുടെ ഒരുപാട് ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു മാർഷൽ എക്കണോമി ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൂറിസം നന്നായിട്ട് പിക്കപ്പ് ചെയ്യുന്നുണ്ട്. ടൂറിസ്റ്റുകൾ ഇവിടെ റോഡ് സൗകര്യങ്ങൾ കൂടിയോടുകൂടിയും
ഒക്കെ ടൂറിസ്റ്റുകളുടെ അവിടേക്കുള്ള വരവ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ട്രഡീഷണലി ലഡാക്കിലെ ജനവർദ്ധനവ് വളരെ കുറവാണ്. കാരണം ഇവിടുത്തെ ബുദ്ധിസ്റ്റുകളുടെ ഇടയിൽ നിലനിന്നിരുന്ന സമ്പ്രദായം പോളിയാൻഡ്രി ആയിരുന്നു. അതായത് സഹോദരന്മാർ ചേർന്ന് ഒരു സ്ത്രീയായിരിക്കും വിവാഹം കഴിക്കുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ജനസംഖ്യയുടെ വർധനവ് കാര്യമായിട്ട് കുറയും. ബുദ്ധിസ്റ്റ് പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറവാണ്. 1941 ഏതാണ്ട് 50% കൂടുതൽ ആയിരുന്നെങ്കിൽ ഇന്ന് അത് കുറഞ്ഞ് ഏതാണ്ട് 40%-ഓളം മാത്രമായി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് 40%-ഓളം ബുദ്ധിസ്റ്റുകളും ഇപ്പോൾ ഒരു 12%-ഓളം 13%-ഓളം ഹിന്ദുക്കളും ബാക്കി മുസ്ലിങ്ങളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഇവിടുത്തെ പോപ്പുലേഷൻ 70,000 പേരായിരുന്നു. ഇത്രയും ഈ പറഞ്ഞ 98,000 സ്ക്വയർ കിലോമീറ്ററിൽ 1941 സെൻസസ് അനുസരിച്ച് 70,000 പേരായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇവർ ടിബറ്റൻ വംശജരാണ്. ഇവിടുത്തെ ഭാഷ ലഡാക്കി ഭാഷയാണ്. തിരുവിതാംകൂറിൻ്റെ 5 ഇരട്ടിയിൽ കൂടുതൽ വിസ്തീർണമുണ്ട് ലഡാക്ക് ഏരിയയ്ക്ക്. തിരുവിതാംകൂറിലുള്ള പോലെ ഹരിതാഭ ഇവിടെ ഇല്ല. ഇതൊരു മരുഭൂമിയാണ്, ശീത മരുഭൂമിയാണ്. കാലാവസ്ഥയിൽ കമ്പാരിസൺ ഇല്ല, കൃഷി സംവിധാനത്തിൽ കമ്പാരിസൺ ഇല്ല, ജീവിത രീതിയിൽ കമ്പാരിസൺ ഇല്ല. ഇവിടെയുള്ള നദികൾ മഞ്ഞുകാലത്ത് ഉറഞ്ഞ് ഐസാകുന്ന നദികളാണുള്ളത്. ജീവിതം തിരുവിതാംകൂറുമായിട്ട് യാതൊരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങളാണ് ലഡാക്കിലുണ്ടായിരുന്നത്. പോപ്പുലേഷൻ നമ്മൾ 1940 ഇവിടുത്തെ പോപ്പുലേഷൻ 40 ലക്ഷമായിരുന്നു തിരുവിതാംകൂറിലെങ്കിൽ ഇവിടുത്തെ പോപ്പുലേഷൻ 70,000 പേരായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, 70,000-80,000 പേരിൽ കൂടെ ഇല്ല. തിരുവിതാംകൂറിൻ്റെ ബോർഡർ പ്രൊട്ടക്ഷന് വേണ്ടി വരുന്ന ചിലവ്, തമിഴ്നാടിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു അഗ്രസീവായിട്ടുള്ള ബോർഡർ തിരുവിതാംകൂറിന് ഉണ്ടായിരുന്നില്ല. ഇനിയാണ് നമ്മൾ ലഡാക്കിൻ്റെ കാര്യം ഒന്ന് കൂലങ്കഷമായി നോക്കുന്നത്. നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾ, കാശ്മീരിൻ്റെ എത്ര ഏരിയ ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട്, എന്ത് സംഭവിച്ചു, കാശ്മീരിലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പിന്തുണ അത് എത്ര കഴമ്പുണ്ട്, ഈ 2 കാര്യങ്ങൾ നമുക്കിന്ന് പരിശോധിക്കാം. 1947 ഭാരതത്തിൽ ചേരുമ്പോൾ ലഡാക്കിൻ്റെ 98,000 സ്ക്വയർ കിലോമീറ്ററാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇന്ന് നമ്മുടെ കൈവശം 60,000 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. 38,000-ഓളം സ്ക്വയർ കിലോമീറ്റർ ചൈനയുടെ കയ്യിലാണ്. അടുത്ത ചോദ്യം, എന്തു സംഭവിച്ചു എന്നുള്ളതിന് നമ്മൾ ചൈനയുടെ ടിബറ്റിൻ്റെയും ചരിത്രത്തിലേക്ക് ചെറുതായിട്ട് നോക്കേണ്ടി വരും. ചൈന പല ഡൈനാസ്റ്റികളാണ് ഭരിച്ചിരുന്നത്. ഒരു 3 നൂറ്റാണ്ട് വരെ നിൽക്കുന്ന ഒരു ഡൈനാസ്റ്റി ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഡൈനാസ്റ്റി കൊളാപ്സ് ആവും, അടുത്ത ഡൈനാസ്റ്റി ചാർജ് എടുക്കും, അതൊരു 10-300 വർഷം നിൽക്കും, അതും കൊളാപ്സ് ആവും. ഇങ്ങനെയാണ് ചൈനയുടെ ചരിത്രം മുഴുവൻ. അപ്പോൾ ഈ 1850 പീരീഡിൽ ആണ് ദോഗ്രകൾ ടിബറ്റിനെ പിടിക്കുന്നത്. ഈ സമയത്ത് ചൈനയിലെ അന്നത്തെ ഡൈനാസ്റ്റി ആയിരുന്ന ക്വിങ് ഡൈനാസ്റ്റി അതിൻ്റെ തകർച്ചയുടെ ഭാഗത്തായിരുന്നു. അപ്പോൾ ടിബറ്റ് ഒരു സാമന്തരാജ്യത്തിൻ്റെ പദവിയാണ് ടിബറ്റിന് ഉണ്ടായിരുന്നെങ്കിലും ക്വിങ് ഡൈനാസ്റ്റിയുടെ തകർച്ചയോടുകൂടി ഈ ടിബറ്റ് കുറേ കൂടി സ്വതന്ത്രമാകാൻ തുടങ്ങി. ഒരു ഓട്ടോണമസ് തരത്തിലേക്ക് ടിബറ്റ് വന്നു. 1911 ആയപ്പോഴേക്കും ടിബറ്റ് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ആയി. ടിബറ്റ് സ്വന്തമായി ടാക്സ് കളക്ട് ചെയ്യാനും ടിബറ്റിൻ്റെ സ്വന്തം ആർമിയും വന്നു. അവിടെ ഉണ്ടായിരുന്ന ചൈനയുടെ പട്ടാളക്കാരെയെല്ലാം അവിടെ നിന്ന് ദലൈലാമ പുറത്താക്കി. ദലൈലാമയുടെ കീഴിലുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ടിബറ്റിനെ കാണുന്നത്. ചൈന ടിബറ്റിനെ കീഴ്പ്പെടുത്തിയതോടുകൂടി ഈ ചരിത്രമാണ് ടിബറ്റിന് കിട്ടുന്നത്, ചൈനയ്ക്ക് കിട്ടുന്നത്. ഇന്ത്യക്ക് കിട്ടിയത് ദോഗ്രകൾ വഴി ലഡാക്കിൻ്റെ ചരിത്രം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് നടക്കുന്നത്. ഇന്ത്യയിൽ ഏതാണ്ട് 7 പതിറ്റാണ്ടോളം നടന്ന ഗ്രേറ്റ് ട്രിഗണോമെട്രിക് സർവേയുടെ കാര്യം നമ്മൾ സംസാരിച്ചല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെയും സർവേ നടന്നു, ലഡാക്കിലും സർവേ നടന്നു. ലഡാക്കിൽ നടന്ന സർവേ 1865 ഈ സർവേ നടന്നത്. അതിന് പ്രകാരം ഇവിടുത്തെ സർവേ ഉദ്യോഗസ്ഥനായിരുന്ന ജോൺസൺ തയ്യാറാക്കിയ ജോൺസൺസ് ലൈൻ ആണ് ഇന്ത്യ ആധികാരിക രേഖയായിട്ട് എടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഡാക്കിൻ്റെ വടക്കേ അതിര് കുൺലൂൺ പർവ്വതനിരകളാണ്. അതുകൂടാതെ ലഡാക്കും ടിബറ്റുമായി 1684 ടിങ്സോങ്മോങ് എന്നൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഒരു യുദ്ധത്തിന് ശേഷം ഉണ്ടായ എഗ്രിമെൻ്റാണ്. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അതിർത്തി ഫിക്സ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ രേഖകൾ വെച്ചിട്ട് ജോൺസൺ ഉണ്ടാക്കിയ രേഖയാണ് 1865 ജോൺസൺ ഉണ്ടാക്കിയ രേഖയാണ് ഇന്ത്യ ഔദ്യോഗികമായി ബ്രിട്ടീഷ് ഇന്ത്യ അംഗീകരിച്ചിരുന്നതും ഇന്ത്യ അനുവർത്തിച്ചു പോരുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ 1865 തുടങ്ങി 1947-48 കാലഘട്ടം വരെ
ചൈനയിൽ ട്രാൻസിഷൻ്റെ സമയമാണ്. കിം ഡൈനാസ്റ്റി നശിക്കുന്നു. അവിടെ നാഷണലിസ്റ്റ് ഗവൺമെൻറ് കുമിന്താങ് കക്ഷി അധികാരത്തിൽ വരുന്നു. അതിനുശേഷം ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് 1947 ചേർന്ന സമയങ്ങളിലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിക്കുന്നതും അവിടെ അധികാരം പിടിച്ചെടുക്കുന്നതും. ഇന്ത്യയുടെ ഒരു കൾച്ചറൽ സ്ഫിയറിൽ വരുന്ന പ്രദേശമാണ് ടിബറ്റ്. ടിബറ്റ് ഇന്ത്യയുമായി എക്കാലവും നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം. ടിബറ്റൻ ആത്മീയ നേതാവായ ദലൈലാമ ഇപ്പോഴും ഇന്ത്യയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ടിബറ്റിലായിരുന്നതുകൊണ്ടും എല്ലാം ടിബറ്റുമായിട്ടൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് കാര്യമായിട്ടുണ്ടായിരുന്നു. ലഡാക്കും ടിബറ്റുമായിട്ട് അതിർത്തി ഫിക്സ് ആയിരുന്നു 1684 തുടങ്ങി. ജോൺസൺ ലൈൻ ചൈനയുമായി ഒരു സീരിയസ് ഡിസ്കഷനിൽ അതിന് ഒരു സംവിധാനം അക്കാലത്ത് നിലവിലുണ്ടായിരുന്നില്ല. കാരണം അന്ന് ചൈന ഒരു ട്രാൻസിഷൻ ഫേസ് ആയതുകൊണ്ട് അവിടെ ഉത്തരവാദപ്പെട്ട ഭരണകൂടം തന്നെ ഉണ്ടായിരുന്നില്ല. ചൈന അതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുമില്ല. ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത് 1950 ശേഷമാണ്. 1950 ശേഷം ചൈന അവരുടെ പൊസിഷൻ വ്യക്തമാക്കി. അതായത് അവർ കുൻലൂൺ മൗണ്ടൻസ് ഈ ഭാരതത്തിൻ്റെ വടക്കേ അതിരായി അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നു കാറക്കോറമാണ് ഭാരതത്തിൻ്റെ വടക്കേ അതിര്. കാറക്കോറം വരെയേ ഉള്ളൂ. കാറക്കോറം അപ്പുറമുള്ള പ്രദേശങ്ങൾ അത് ടിബറ്റിൻ്റെ ഭാഗമാണ്, അതുവഴി ചൈനയുടെയും ഭാഗമാണെന്നുള്ള ഒരു ആർഗ്യുമെൻ്റാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ഇന്ത്യ അത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ 1947 അക്സായി ചിൻ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ അതിനുശേഷം അത് 1950 എപ്പോഴോ ചൈന അക്സായി ചിൻ ചൈനയുടെ ഭാഗമാക്കി മാറ്റി. അവിടെ അതിലൂടെ അവരൊരു സിങ്കിയാങ്ങിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഹൈവേ സ്ഥാപിച്ചു. ഇന്ത്യൻ ആർമി അവിടെ ചെല്ലുമ്പോഴാണ്, പെട്രോളിങ്ങിന് പോയപ്പോഴാണ് മനസ്സിലാകുന്നത് ആ ഏരിയ ഒന്നും അക്സസിബിൾ അല്ല, അത് ചൈനയുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു എന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായുള്ള പ്രശ്നം ഈ അക്സായി ചിൻ്റെ പ്രശ്നമല്ല. അക്സായി ചിൻ അവരുടേതാണെന്ന് അവർ സ്ഥാപിച്ച് വെച്ചിരിക്കുകയാണ്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അക്സായി ചിന്നിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ പോകുന്നത്. ഇപ്പോൾ ചൈനയുമായുള്ള പ്രശ്നം ഈ ലൈനിൽ അവർ അതിനെയും കുറേ കൂടി പടിഞ്ഞാറ് മാറിയാണ് അവർ അവരുടെ ചൈനീസ് പെർസെപ്ഷൻ അനുസരിച്ച് ബൗണ്ടറി കുറേ കൂടി പടിഞ്ഞാറ് മാറിയാണ്. അതായത് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശിരിക്കുന്ന പ്രദേശത്തോട് കുറേ കൂടി കയറി വരുന്ന തരത്തിലാണ് ചൈന ഇത് കാണുന്നത്. കാര്യം എപ്പോഴും ഒരു ഹൈറ്റിൻ്റെ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു സ്റ്റാൻഡാണത്. അതിലാണ് ഇപ്പോൾ ഫ്രിക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. ഇതിനെയാണ് പണ്ട് നാളുകൾക്ക് മുമ്പ് അന്നത്തെ ഇന്ത്യൻ ആർമി ചീഫായിരുന്ന വിപിൻ ചന്ദ്ര റാവത്ത് സലാമി സ്ലൈസിങ് എന്നുള്ള ഒരു പേര് വഴി രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഈ ലഡാക്കിൻ്റെ ഈസ്റ്റേൺ ബോർഡറിലുള്ള ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിനെ കുറേ സെക്ടേഴ്സായിട്ട് തിരിക്കുന്നുണ്ട്. ഇതിൽ ചൈനയ്ക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്ത പ്രദേശം ചുമാർ സെക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ പ്രദേശത്തേക്കും ചൈന വളരെ ദ്രുതഗതിയിൽ അവരുടെ ബോർഡർ റോഡ്സ് എല്ലാം ഇമ്പ്രൂവ് ചെയ്ത് അവിടെയെല്ലാം ആക്സസിബിലിറ്റി കൊണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. വളരെ ലൈവായിട്ട് ഒരു ഹോട്ടായിട്ട് നിൽക്കുന്ന ഏരിയയാണ് ഈ ലഡാക്കിൻ്റെ ഈസ്റ്റേൺ ബോർഡർ. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റി ഒന്ന് സംസാരിക്കാം. ലഡാക്കിൻ്റെ സ്വാതന്ത്ര്യം, ലഡാക്കിൻ്റെ സ്വാതന്ത്ര്യത്തെ പറ്റി നമുക്ക് സംസാരിക്കാം. ലഡാക്കിൽ ചൈനയുടെ അഗ്രഷൻ തടുത്തു നിർത്തണമെങ്കിൽ മാത്രം ഇപ്പോഴത്തെ കണക്കിൽ മിനിമം 1 ലക്ഷം ഇന്ത്യൻ പട്ടാളക്കാരെങ്കിലും ഇപ്പോൾ ലൈവായിട്ട് അവിടെ ഉണ്ട്. മിനിമം 1 ലക്ഷം പട്ടാളക്കാരുണ്ട് അവിടെ. അവർ താമസിക്കുന്നത് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി ഈ വിൻ്ററിൽ എല്ലാം അവിടെ അതിർത്തി കാക്കാൻ വേണ്ടി ചൈന അഗ്രസീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് അതിനുവേണ്ട ചിലവ് എനോർമസ് ആണ്. അതിനുവേണ്ട അവരുടെ വസ്ത്ര സംവിധാനങ്ങളാണെങ്കിലും താമസ സൗകര്യങ്ങളാണെങ്കിലും ആയുധ സംവിധാനങ്ങളാണെങ്കിലും എല്ലാം ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്ക് ഓപ്സ് ആണ് അവിടെ നിൽക്കുന്നത് മുഴുവൻ. ഇതിന് 1 ലക്ഷത്തോളം പട്ടാളക്കാർ വേണമെങ്കിൽ ഈ 3 ലക്ഷം പോപ്പുലേഷനുള്ള ലഡാക്കിൽ നിന്ന് എങ്ങനെ എത്ര പേര് അതിന് പട്ടാളത്തിലേക്ക് കിട്ടും? ലഡാക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്ഥിതിയാണ് ഈ പറയുന്നത്. ഇനി ഇവിടുത്തെ ഭക്ഷണം കൊണ്ട് ഈ ആർമിക്ക് വേണ്ട ലോജിസ്റ്റിക് സപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുമോ? ഭക്ഷണമെല്ലാം വേറെ രാജ്യങ്ങളിൽ നിന്ന് വരണം. ഇവർക്ക് വരുമാനം എന്താണുള്ളത്? ലഡാക്കിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വരുമാനം എന്താണുള്ളത്? അതിനുള്ള സാഹചര്യം എന്താണുള്ളത്? അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് വളരെ മോഹനമായ ഒരു ആശയമാണ്. പക്ഷേ നിലനിർത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്നത് കൂടെ ആലോചിച്ചാൽ മാത്രമേ അതിനെന്തെങ്കിലും പ്രസക്തിയുള്ളൂ. ഈ ലഡാക്കിൻ്റെ സ്വാതന്ത്ര്യം, കാശ്മീരിൻ്റെ സ്വാതന്ത്ര്യം എന്നെല്ലാം വലിയ വീമ്പ് പറയുന്നവർ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റിയെ പറ്റി ആലോചിച്ചിട്ടാണോ പറയുന്നതെന്ന് നമുക്ക് സംശയം തോന്നും. ഭൂമിശാസ്ത്രം ഇത്രയും ചർച്ച ചെയ്തതുകൊണ്ട് ഞാൻ സാന്ദർഭികമായി ലഡാക്കിൻ്റെ നമ്മുടെ കയ്യിലുള്ള പൊസിഷനെ പറ്റി സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു പ്രദേശം നമ്മളോട് ചേർത്തിട്ട് കാര്യമില്ല, അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കഴിവ് വേണം. അത് പ്രൊട്ടക്റ്റ് ചെയ്യണം, കഴിവല്ല പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അറ്റ് എനി കോസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് എന്തെങ്കിലും ഒഴിവൊഴി പറയുന്ന ആറ്റിറ്റ്യൂഡ് ഒരിക്കലും നല്ലതല്ല.
ദോഗ്ര രാജാവ് ആ ഭൂമി പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്തെടുത്ത എഫേർട്ട് ഞാൻ ഇതിൽ പറഞ്ഞ സൊറാവർ സിംഗ് ആക്ച്വലി ടിബറ്റിൽ ഒരു അറ്റാക്കിൽ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം മാർട്ടയറാണ്. അങ്ങനെയുള്ള ഭൂമിയാണ് ചൈന പിടിച്ചപ്പോൾ നമ്മൾ യുണൈറ്റഡ് നേഷൻസിൽ ഒരു കാര്യമായ പരാതി പോലും പെട്ടില്ല എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇത് നമ്മൾ ഭൂമിയോട് ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ്റെ ആറ്റിറ്റ്യൂഡ് സ്വീകരിക്കുന്നത് ശരിയല്ല. വെറുതെ കിട്ടിയതായതുകൊണ്ട് 3-ാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഗിൽജിത്തും ബാൾട്ടിസ്ഥാനും 4-ാം ഭാഗത്തിൽ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.